ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു അടിപൊളി ഒരു ഈസി ചമ്മന്തിയായിട്ടാണ് വന്നേക്കുന്നത്. നല്ലൊരു പൊടി ചമ്മന്തി. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉഴുന്നിലാണ് കേട്ടോ. ഉഴുന്ന് കൊണ്ടുള്ളൊരു ചമ്മന്തിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ദോശയ്ക്കും സാമ്പാറിനും ദോശയുടെ കൂടെ സാമ്പാറെന്നാണ് വരുന്നത്. ദോശയ്ക്കും ഇഡലിക്കും ഇടിയപ്പം, പുട്ട്, നമുക്ക് കിണ്ണത്തപ്പത്തിൻ്റെ കൂടെ വരെ വേണമെങ്കിലും ഇത് കഴിക്കാവുന്ന ഒരു ഈസി ഒരു ടേസ്റ്റി ചമ്മന്തിയാണ്. അപ്പം പാൻ അടുപ്പിൽ വെച്ചിട്ട് പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് പിന്നെ നമ്മുടെ മെയിൻ താരമായിട്ടുള്ള ഉഴുന്നാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഉഴുന്ന് നന്നായിട്ട് മൂക്കണം, നല്ലതുപോലെ നല്ല ബ്രൗൺ കളറാവുന്നവരെ ആ എണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് മൂക്കണം. നമുക്ക് ഈ വേണമെങ്കിൽ സെപ്പറേറ്റായിട്ട് മൂപ്പിച്ചെടുക്കുന്നവരുണ്ട്. പക്ഷെ ഞാനിവിടെ എല്ലാം കൂടെ ഒന്നിച്ച് മൂപ്പിച്ചങ്ങ് എടുത്തത് കേട്ടോ. വറ്റൽമുളകിൻ്റെയൊക്കെ എണ്ണ നിങ്ങൾ കൂട്ടിക്കോണം എരിയുടെ അനുസരിച്ച്. ഞാനിവിടെ മോന് അധികം എരിയ വേണ്ട, അതുകൊണ്ട് ഞാൻ അധികം വറ്റൽമുളക് ചേർത്തിട്ടില്ല. പിന്നെ വറ്റൽമുളക് മാത്രം പോരാ, ഇച്ചിരി എരിക്ക് വേണ്ടി ഇച്ചിരി മുളക് പൊടി വേണമെന്നുള്ളവർ അങ്ങനെ ചേർക്കുന്നവരുണ്ട്. അതൊന്നും ചേർത്തിട്ടില്ല, ഞാൻ വറ്റൽമുളകാണ് ചേർത്തേക്കുന്നത്. പിന്നെ കുരുമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെന്നുള്ളവർ കുറച്ച് കുരുമുളക് പൊടിയല്ല, കുറച്ച് കുരുമുളകും കൂടി ചേർക്കണം. ഞാൻ കുരുമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് കായം ചേർക്കുന്നുണ്ട്. കായപ്പൊടി ഉണ്ടെങ്കിൽ അതും ചേർക്കാം. എൻ്റെ കയ്യിൽ ഇവിടെ കട്ടക്കായമാണ് ഇരിക്കുന്നത്. ഞാൻ കട്ടക്കായ യൂസ് ചെയ്യുന്നത്, എനിക്കതാണ് ഇഷ്ടം. പൊടിക്കായത്തിനേക്കാളും എനിക്കിഷ്ടം കട്ടക്കായമാണ്. അപ്പം ഞാൻ അതിനകത്തേക്ക് ഒരു കുഞ്ഞ് കഷ്ണം കായം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, അധികം ഒന്നും വേണ്ട. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തോണം. എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ഉപ്പിൻ്റെയൊക്കെ പാകം ഉണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ച് ഉപ്പും ചേർത്തോണം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വെളിച്ചെണ്ണയ്ക്കകത്ത് നല്ലതുപോലെ മൂപ്പിക്കണം. മൂത്ത് വരുമ്പോൾ നമ്മുടെ ഈ ഉഴുന്നുണ്ടല്ലോ, ഉഴുന്നൊരു നല്ലൊരു ബ്രൗൺ കളറാവും, ഗോൾഡൻ ബ്രൗൺ കളറാവും. ആ ഒരു നല്ല ബ്രൗൺ കളറാവുന്ന വരെ വെച്ചിട്ട് തണുക്കാൻ അനുവദിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ നമ്മുടെ മിക്സിയുടെയൊക്കെ കാര്യത്തിൽ പണി തീരും. അപ്പം നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് തരിതരിയായിട്ട് വേണ്ടവർക്ക് അങ്ങനെ പൊടിച്ചെടുക്കാം, അല്ല ഇച്ചിരി കൂടെ ഫൈൻ പൊടിയാണ് വേണ്ടതെന്നുള്ളവർക്ക് അങ്ങനെയും പൊടിച്ചെടുക്കാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പൊടിച്ചെടുക്കുക. പിന്നെ നമ്മളിത് കഴിക്കാൻ നേരം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചൊന്ന് ചാലിച്ചിട്ട് ദോശയുടെ കൂടെയോ ഇഡലിയുടെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം, പുട്ടിൻ്റെ കൂടെ കഴിക്കാം. നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു കൂട്ടുകാരുണ്ടല്ലോ, കുഞ്ഞു പിള്ളേർ, നമ്മുടെ മക്കൾ, അവർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാകും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാനിത് ഉണ്ടാക്കിയത് അത്രയ്ക്ക് ഇഷ്ടപ്പെടുമോ എന്നൊന്നും അറിയാത്ത രീതിയിലാണ് ഇവിടെ ഒരാൾക്ക്, പക്ഷേ ഇത് സംഭവം കിടുവാണ്, ആളിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്കൊരു കണ്ടെയ്നറിനകത്താക്കി വെച്ചേക്കാന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ ദോശയ്ക്ക് ചമ്മന്തി, സാമ്പാർ അങ്ങനെ ഉണ്ടാക്കാൻ നിൽക്കേണ്ട. ഈ ഒരു സാധനം സ്റ്റോർ ചെയ്ത് വെച്ചേക്കാന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ നാളത്തേക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ദോശയുടെയൊക്കെ കൂടെ സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ കൂടെ അറിയിക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ.